അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അച്ചു അങ്ങനെ മുകുന്ദനോട് പ്രത്യേകമായിട്ട് ചോദിക്കുന്നുണ്ട്, ആ കേസിൻ്റെ കാലാവധിയെല്ലാം തീരാറായല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അച്ചു അവിടെ നിന്ന് പോയതിന് ശേഷം മഞ്ജുവിന് എന്തായാലും പറയത്തക്ക ഒരു കോള് കിട്ടിയല്ലോ. മഞ്ജു അങ്ങനെ രമ്യ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആ രമ്യയോട് പറയുകയാണ്, എന്തായാലും ശരി, ഇനി മുകുന്ദൻ്റെ ജാമ്യത്തിൻ്റെ കാലാവധി കഴിഞ്ഞല്ലോ, അത് കഴിയാറായി കഴിഞ്ഞാൽ അച്ചു ആയിരിക്കും വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ഈ മുക്കുപണ്ട കേസ് എന്നിങ്ങനെ പറയാം കേട്ടോ. അത് കേൾക്കുമ്പോൾ രമ്യയ്ക്ക് വിഷമമാവുകയാണ് കേട്ടോ. രമ്യയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അതേസമയം മഞ്ജുവിന് ഗോൾ പോസ്റ്റിൽ കിട്ടിയ പോലെയാണ്. രമ്യ എങ്ങനെയൊക്കെ വിഷമിപ്പിക്കാൻ പറ്റുമോ അത്തരത്തിലും മഞ്ജു വിഷമിക്കുന്ന രീതിയിൽ രമ്യയെ പറയുകയാണ് കേട്ടോ. അതേസമയം ചന്ദ്രകാന്തത്തിൽ അച്ചു വരികയാണ് കേട്ടോ. അച്ചുവിനെ കണ്ടതും തന്നെ ചന്ദ്രയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അതേപോലെ സത്യനും രുക്കും എല്ലാവരും വരികയാണ് കേട്ടോ. നീ എന്താ സത്യനോട് ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എന്ന് സത്യനെല്ലാം വന്ന് ചന്ദ്രയോട് പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ അവരുടെ മുമ്പിൽ നാണം കെട്ടിട്ട് ഇറങ്ങി വരിക ചെയ്തത്. ഇവൻ അവിടെ എന്തൊക്കെയാണ് ഷോ കാണിച്ചതെന്ന് അറിയോ ചേച്ചി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ചന്ദ്ര ആളിക്കത്തി നിൽക്കുകയാണ് കേട്ടോ. അതേസമയം രുക്കുവിനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ചന്ദ്ര. പക്ഷേ അച്ചു വന്നത് കഴിഞ്ഞതും എല്ലാവരും കൂടി അച്ചുവിനെ കടിച്ചു കീറാൻ നിൽക്കുകയാണ് കേട്ടോ. ചന്ദ്ര പറയും, നീ വന്ന വഴിയെല്ലാം മറന്നു, നീ ഇപ്പോൾ ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിലേ അതിന് കാരണം ഞങ്ങളാണ് എന്നെല്ലാം പറയണം കേട്ടോ. നിനക്ക് ഇവിടെ തന്നെ ജോലിക്ക് സ്ഥലം മാറ്റം ഇവിടെ തന്നെ കിട്ടിയതും പുതിയ പോസ്റ്റിങ് കിട്ടിയതും വിജയേട്ടൻ കാരണമാണ്. നീ നന്ദി കേട്ടതുപോലെ അമ്പാട്ട് കുടുംബത്തിൻ്റെ നന്ദികേട് നീ ഇവിടെയും കാണിച്ചല്ലോ. എൻ്റെ ആങ്ങളെ നീ എന്താ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങനെ അച്ചുവിനെ കടിച്ചു കീറാൻ പോവുകയാണ് കേട്ടോ. അതേസമയം അച്ചു ഒന്നും മിണ്ടില്ല. വിജയശങ്കറും അതേപോലെ തന്നെ പറയുന്നുണ്ട്, അച്ചു നീ ചെയ്തത് ശരിയായില്ല എന്ന്. വിജയശങ്കറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അച്ചുവിനെ ആര് നിയന്ത്രിച്ചാലും അച്ചു നിയന്ത്രണത്തിലാവില്ല എന്നുള്ളത് വിജയശങ്കറിനെ പൂർണ്ണമായിട്ട് അറിയും കേട്ടോ. പക്ഷേ അച്ചു പറയും, എനിക്ക് ഇവിടെ പോസ്റ്റിങ് കിട്ടിയതേ വിജയേട്ടൻ പറഞ്ഞിട്ടൊന്നുമല്ല, എൻ്റെ ചേച്ചിയാണ്. എൻ്റെ ചേച്ചിയുടെ പരിശ്രമം കാരണം മാത്രമാണ് എനിക്കിവിടെ പോസ്റ്റ് കിട്ടിയത്. അതുകൊണ്ട് കൂടുതൽ ഷോയൊന്നും ആരും എന്നോട് ഇറക്കണ്ട. എനിക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയും. അതുപോലെ തന്നെ ഞാൻ മുൻപോട്ട് പോകുള്ളൂ. അല്ലാതെ ചന്ദ്രകാന്തൻകാരൻ്റെ അടിമയാവാനൊന്നും എന്നെ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് അച്ചു പറയണം കേട്ടോ. അച്ചുവിൻ്റെ സംസാരം കേട്ടപ്പോൾ എല്ലാവർക്കും മൊത്തം ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ രുക്കുമൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.